നമസ്തേ ടു ഓൾ ഓഫ് യു. ഇറ്റ്സ് മിസ് സുർണ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചുമ്മാ ഒരു കാഷ്വൽ ടോക്കിനാണ്. കഴിഞ്ഞ വീഡിയോ പലരും കണ്ടു, ചിലർ വിളിച്ചു സംസാരിച്ചു. പലരും പറഞ്ഞത് ഇത് ഞങ്ങൾക്ക് ഒത്തിരി കണക്റ്റായി. അപ്പോൾ കൂടുതലായി വന്ന ചോദ്യം എന്താണെന്നറിയോ? ഇനി എന്താണ് ചെയ്യേണ്ടത്? എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? അപ്പോൾ വിളിച്ചവരാരും പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, ചുമ്മാ ഇരിക്കുകയാണ്. എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്നവരാണെന്ന് തോന്നി. തുടർച്ചയായി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് മടിയൊന്നും ഉണ്ടാവില്ല. ആ കാര്യമായി നമ്മൾ അറിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അത് വീട്ടിലെ ജോലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓഫീസിലെ ജോലി ആയിക്കോട്ടെ, നമ്മൾ എന്തായിട്ടും ആ ഒരു സിസ്റ്റത്തിൽ തന്നെയായിരിക്കും. അതേസമയം ആ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് കടന്ന് കുറച്ച് നാൾ ഫ്രീ ആയിട്ടിരുന്ന് നമ്മുടെ മൈൻഡിലേക്ക് ഒന്നും പ്രത്യേകിച്ച് കൊടുക്കാതെ ചുമ്മാ സമയം കളഞ്ഞു അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരാൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ശരിക്കും അവരുടെ ബ്രെയിൻ പെട്ടെന്നൊന്നും ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ആദ്യം വേണ്ടത് നമ്മളെ ബ്രെയിനിനെ ഒന്ന് മാറ്റിയെടുക്കുക എന്നതാണ്. അതിന് ആദ്യം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മുടെ ലക്ഷ്യം എന്താണ്, നമ്മൾ ഇപ്പോഴും ഏത് അവസ്ഥയിലാണ് ഇരിക്കുന്നത് എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കാം. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയം മാത്രമേ മുന്നോട്ടുള്ള വഴികൾ ഓപ്പണായി വരുള്ളൂ. അല്ലാതെ മറ്റൊരാൾ പറഞ്ഞിട്ടായിരിക്കരുത് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ നമ്മൾക്ക് വേണ്ടി തന്നെ ആയിരിക്കണം. പക്ഷെ അതിനുള്ള ഒരു ജസ്റ്റ് എന്താ പറയാ, ഒരു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു ഷോൾഡർ തട്ടി. അതിന് നിങ്ങൾക്ക് വീഡിയോസ് ഡിപ്പെൻഡ് ചെയ്യാം, ഫ്രണ്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റു പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാം എന്ന് കരുതി നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കണം. നമ്മുടെ ഡെയിലിയുള്ള റൂട്ടീൻ കറക്റ്റ് ചെയ്യണം. ഓരോ ദിവസങ്ങളും ഓർഡറായിട്ട് തന്നെ പോകണം. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, ബോഡി ക്ലോക്ക് കറക്റ്റ് ചെയ്യുക, കൃത്യസമയത്തിന് ഭക്ഷണം കഴിക്കുക. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹാപ്പി ഹോർമോൺസിന്റെ ഉൽപ്പാദനവും കൂടും. ഹാപ്പി ഹോർമോൺസിന്റെ ഉൽപ്പാദനം ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് കേട്ടോ, അതൊന്ന് ഓർക്കുക. രാവിലെ എഴുന്നേൽക്കുന്നതും ഉറങ്ങുന്നതും നമ്മൾ ഒരേ സമയത്തായിരിക്കുക. ഭക്ഷണം കഴിക്കുന്നതും രാവിലെ ഏത് സമയത്താണോ കഴിക്കുന്നത് അതേ സമയം നെക്സ്റ്റ് ഡേ കഴിക്കുക. അതുപോലെ തന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണമായാലും ഡിന്നർ ആയാലും. അപ്പം നമ്മൾ കുറച്ച് നമ്മുടെ ഹെൽത്തിനൊക്കെ ശ്രദ്ധിക്കുക, കഴിക്കുന്ന ഫുഡുകളൊക്കെ. ഇതിൽ ഞാനതൊന്നും ഉൾപ്പെടുത്തുന്നില്ല, എങ്കിലും പറയാണ്, ഡെയിലി ഉള്ള ഈ ഒരു റൂട്ടീൻ കറക്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് മറ്റെവിടെയും പോകണ്ട, നമ്മുടെ ബോഡി തന്നെ നല്ല ഹോർമോൺസിന്റെ ഉൽപ്പാദനം നമുക്ക് തരും. ജാനുവരി ആകുമ്പോഴേക്കും സ്കൂളിലൊക്കെ എക്സാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയല്ലേ. 9th കുട്ടികൾക്കൊക്കെ എക്സാം തുടങ്ങി. അവരൊക്കെ ഇപ്പം ഭയങ്കര ബിസിയാണ്. ഒരു മാസം വെക്കേഷൻ ഉണ്ടാവും, വീണ്ടും സ്റ്റാർട്ട് ചെയ്യും ക്ലാസ്സുകൾ. ഇനി 10th എത്തുന്ന കുട്ടികൾക്ക് പഠനകാലമാണ്. 10th പോകുന്ന കുട്ടികൾ മാത്രമല്ല, നമ്മുടെ വീടുകളിലെ എല്ലാ കുട്ടികളും നല്ല രീതിയിൽ പഠിക്കാനും നല്ല ഹാപ്പി ആയിട്ടിരിക്കാനും നമ്മുടെ പാരൻസിൻ്റെ വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ് അല്ലേ. നമ്മൾ വയറ് നിറച്ചും ഭക്ഷണം കഴിക്കും, പക്ഷേ കുട്ടികൾക്ക് വേണ്ടിയുള്ള ബ്രെയിൻ ഫുഡ് അതിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാറുണ്ടോ? ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കൂ, നല്ല ഫുഡ് കൊടുക്കാൻ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. കുട്ടികൾ ഹാപ്പി ആവും. വെറുതെ നമ്മൾ പഠിക്കൂ 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 എന്ന് പറഞ്ഞ് സ്ട്രെസ്സ് കൊടുക്കാതെ അവർക്കുള്ള നല്ല അറ്റ്മോസ്ഫിയർ, അവർ പഠിക്കുന്ന സ്ഥലം നല്ല വൃത്തിയായി സൂക്ഷിക്കുക, നല്ല ഭക്ഷണം കൊടുക്കുക, നല്ല ഡ്രസ്സൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക, ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് കറങ്ങുക. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് നമ്മളോടൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും, നല്ല മാർക്ക് വാങ്ങി കൊണ്ടുവരാൻ വേണ്ടി. സോ നമ്മൾ പാരൻസ് അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മാത്രമേ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇന്നത്തെ കാലം വളരെ ഫാസ്റ്റായിട്ട് ഓടുകയാണ്. നമ്മളിവിടെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഓടി എവിടെയൊക്കെയോ എത്തും. അപ്പോൾ ആ ഓട്ടത്തിൻ്റെ കൂടെ നമ്മളും ഒന്ന് റെഡിയായിരിക്കുക, നമ്മുടെ മക്കളും. കാരണം നമ്മുടെ ശ്രദ്ധക്കേട് കാരണം അവരുടെ ഫ്യൂച്ചർ അവർ പിന്നെ അയ്യോ എനിക്കൊന്നും പഠിക്കാൻ പറ്റില്ലല്ലോ, എനിക്കൊന്നും അറിയാൻ സാധിച്ചില്ലല്ലോ എന്ന് പറയരുത്. നമ്മളെക്കാൾ കൂടുതൽ ഫാസ്റ്റായി കുട്ടികൾ ഓടുന്നുണ്ടെങ്കിലും അതിൽ ഏതൊക്കെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്ന് കുട്ടിക്ക് അറിയില്ല. അതുകൊണ്ട് പേരൻസ് ഒന്ന് അവെയർ ആയിരിക്കുക. മക്കളുടെ ഫോക്കസ് കറക്റ്റാണോ, മക്കൾ മുന്നോട്ട് പോകുന്ന വഴി ക്ലാരിറ്റി ഉണ്ടോ, നമ്മളതിൽ ശ്രദ്ധിക്കണം. നമുക്ക് ഒന്നും അറിയില്ലെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുമോ? അപ്പം നമ്മളും അപ്ഡേറ്റഡ് ആവണ്ടേ? സോ ഇന്നത്തെ കാലത്ത് നമ്മുടെ മക്കളും നമ്മളും എല്ലാം അപ്ഡേറ്റഡ് ആയാൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട്
വെറുതെ ഇരിക്കുന്ന പാരൻസൊക്കെ കുറച്ച് മടിയൊക്കെ മാറ്റി ഒന്ന് ഉഷാറാവും, നല്ലൊരു വൈബ് സൃഷ്ടിക്കാൻ വേണ്ടി. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമില്ലെന്ന് തോന്നുന്നുവെങ്കിൽ ദയവായി നിങ്ങൾ ഓവർലോഡ് ആവരുത്. അനാവശ്യമായ കണ്ടന്റ് കേട്ട് നിങ്ങളുടെ സമയം കളയേണ്ടതല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തു പോകാം, അത് കംപ്ലീറ്റ്ലി ഓക്കെയാണ്. വരുന്ന എപ്പിസോഡുകളിൽ നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം കേൾക്കുക. അപ്പം നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ മാറ്റത്തിനായിട്ടുള്ള ഒരു ചെറിയ ശ്രമം നമുക്ക് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഒരുപാട് വലിയ വലിയ പ്ലാനൊന്നും വേണ്ട കേട്ടോ. വളരെ ചെറിയ കാര്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഒരു 20 മിനിറ്റ് ഫോണിൽ നിന്നും മറ്റുള്ള ഡിസ്റ്റർബൻസിൽ നിന്നും ഒക്കെ മാറി ഒരു 20 മിനിറ്റ് സൈലൻ്റായി എവിടെയെങ്കിലും ഒന്ന് കുറച്ച് സമയം മാറിയിരിക്കുക. കണ്ണുകൾ പതുക്കെ അടച്ച് ജസ്റ്റ് ഒന്ന് ബ്രീത്ത് ചെയ്യുക, ഡീപ്പ് ബ്രീത്ത്. ഒരു 2 മിനിറ്റ് ചുമ്മാ ഇരിക്കുക. ഒന്ന് കൂളായാൽ, മനസ്സെല്ലാം ഒന്ന് ശാന്തമായി തോന്നിയാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കൂ, ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്താണ്? എനിക്ക് എന്തൊക്കെയാണ് കഴിവുകളുള്ളത്? എനിക്ക് ശരിക്കും എന്താണ് ആഗ്രഹം? ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കും. പറ്റുമെങ്കിൽ ഒരു പേപ്പറിൽ എഴുതുക നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങളും. ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഡിസ്പോസ് ചെയ്തേക്കാം, അതിൻ്റെ ആവശ്യമില്ല. അത് നമ്മുടെ മൈൻഡിൽ നിന്നും നമ്മുടെ ലൈഫിൽ നിന്നും കട്ട് ചെയ്ത് അപ്പം തന്നെ മാറ്റുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, പലരും പലതും മാറ്റാൻ വേണ്ടി ഒരുപാട് ടെക്നിക്സും ടൂൾസൊക്കെ ഉപയോഗിച്ച് കുറേ ദിവസം മെനക്കെട്ട് ചില സമയം മാറുമായിരിക്കും, ചില സമയം മാറില്ലായിരിക്കും. അപ്പോൾ ഒരുപാട് പ്രോസസ്സിലൂടെയാണ് നിങ്ങൾ റിസൾട്ടിന് വേണ്ടി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രോസസ്സൊക്കെ കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ടതായതുകൊണ്ടും സമയം വേസ്റ്റ് ആകുന്നത് കൊണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെങ്ങനെ സ്വയം മനസ്സിലേക്ക് അങ്ങ് പറഞ്ഞേക്കാം. ഇത് കട്ട് ചെയ്ത് മാറ്റി, ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, നിങ്ങൾ കുറേ ദിവസം അത് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ സമയം കളയും. അതുകൊണ്ട് അനാവശ്യ കാര്യങ്ങൾ മൈൻഡോട് തന്നെ പറയുക, അപ്പം തന്നെ കട്ട് ചെയ്ത് മാറ്റുക. വേറെ ഒന്നും ചെയ്യണ്ട, അങ്ങ് മാറിക്കോളും. നമ്മുടെ മനസ്സിലെ ഫീൽ എന്താണോ അതങ്ങ് സംഭവിക്കും. അത് റിമൂവ്, ഓക്കെ, പിന്നെ അതിനെക്കുറിച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. വെറുതെ അതും ഇതും ചെയ്ത് സമയം കളയരുതെന്നേ പറയാനുള്ളൂ. സോ നല്ല കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ച് ഇനിയുള്ള സമയം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും. അപ്പോൾ ഈ പേപ്പറിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവുകളും ആഗ്രഹങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് സോർട്ട് ചെയ്യുക. അതിനെ സോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് ടിക്ക് ചെയ്ത് അത് ചെയ്തങ്ങ് തുടങ്ങുക. ഒരു പക്ഷേ ഒരു ബുക്ക് വായിക്കണം എന്നായിരിക്കും, വായിച്ചു തുടങ്ങുക. ജസ്റ്റ് ഒന്ന് നമ്മുടെ ന്യൂറോൺസ് ഒക്കെ ഒന്ന് വിശാലമാവട്ടെ നമ്മുടെ വായനയിലൂടെ. ഇങ്ങനെ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന നമ്മുടെ മൈൻഡും എല്ലാം ഒന്ന് മാറട്ടെ. വായന ഏറ്റവും നല്ല കാര്യമാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും ചുമ്മാതാണെന്ന്, ഒരിക്കലുമല്ല. നമ്മൾ എന്ന് വായന തുടങ്ങുന്നുവോ അന്ന് മുതൽ നമ്മുടെ ജീവിതം മാറാൻ തുടങ്ങും. എഴുതുന്നത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാം. അതായത് നമ്മൾ മനസ്സിൽ മാത്രം ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ അതങ്ങനെ പോകും. പക്ഷെ നമ്മുടെ സബ് കോൺഷ്യസിന് ഭയങ്കര പവറാണ്. സബ് കോൺഷ്യസിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇമേജും പിക്ചറും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. നമ്മൾ കാണുന്നതും നമ്മൾ എഴുതുന്നതൊക്കെയാണ് സബ് കോൺഷ്യസ് എടുക്കുക. സബ് കോൺഷ്യസ് സ്മൂത്തായാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള ലൈഫ് നല്ല ക്ലാരിറ്റിയോട് കൂടി പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സബ് കോൺഷ്യസിൻ്റെ ലാംഗ്വേജ് നമ്മൾ അറിഞ്ഞിരിക്കണം. ചിന്തിച്ചാൽ അതിനെ കൊണ്ടൊരു പ്രയോജനവുമില്ല. അപ്പോൾ എഴുതുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാവാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ ബ്രെയിൻ അതിനെ സീരിയസ് ആയി എടുക്കും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് എഴുതിയ കാര്യങ്ങളെ റിയലാക്കി മാറ്റാൻ സാധിക്കുള്ളൂ. സോ ടു ഡു ലിസ്റ്റും ഗോൾസും തോട്ട്സും എല്ലാം എഴുതാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? സബ് കോൺഷ്യസിന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും റിസൾട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അത് മാജിക്കല്ല, ഒരു സയൻസാണ്. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. വലിയ മാറ്റങ്ങളൊന്നും വേണ്ട. പക്ഷേ ഈ ചെറിയ സ്റ്റെപ്പ് നിങ്ങളുടെ ഉള്ളിൽ ക്ലാരിറ്റി ഉണ്ടാക്കും.
ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ഒരു വീട് എത്ര ഹാപ്പി ആയിരിക്കും എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് അവിടെയുള്ളവരുടെ മൈൻഡ് സെറ്റാണ്. എസ്പെഷ്യലി ആ വീട്ടിലെ സ്ത്രീ. അത് അമ്മയായാലും മരുമോളായാലും അല്ലെങ്കിൽ ആ വീട്ടിലെ പ്രധാന ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആരായാലും അവർ മെൻ്റലി സ്ട്രോങ് ആണെങ്കിൽ, ഇമോഷണലി ഓക്കെ ആണെങ്കിൽ ആ വീട്ടിൽ ഓട്ടോമാറ്റിക്കായി പോസിറ്റീവ് വൈബ് ഉണ്ടാവും. പക്ഷേ ഒരു സ്ത്രീയെ വെറും ജോലി ചെയ്യുന്ന ഒരാൾ, ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ വസ്ത്രം കഴുകാനും വീട് വൃത്തിയാക്കാനും മാത്രമുള്ള ഒരാളായി കാണുകയാണെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു എന്താ പറയുക, അതിന് ഒരു വല്ലാത്തൊരു ഇറിറ്റേഷനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അതൊരു നെഗറ്റീവായിട്ട് ആ വീട്ട് മുഴുവൻ ബാധിക്കും. ആ എനർജി നമുക്ക് വേണോ? വേണ്ട. നമുക്ക് വേണ്ടത് നമ്മുടെ വീടുകളിൽ നല്ല വൈബാണ്. അത് ഒരാളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല. നമ്മൾ നമ്മളായി മാറുമ്പോൾ പല കാര്യങ്ങളും ചേഞ്ച് ആകും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ലാസ്റ്റ് തിങ് ഇതാണ്. ഇന്ന് നിങ്ങൾ പഠനത്തിലേക്കോ ജോലിയിലേക്കോ പുതിയ സ്കിൽസ് പഠിക്കുന്നതിലേക്കോ ഓടുന്നതിന് മുമ്പ് നിങ്ങളുടെ ചുറ്റുപാടുകൾ ഒന്ന് കണ്ണോടിച്ച് നോക്കുക. ആവശ്യമില്ലാത്ത സാധനങ്ങൾ റിമൂവ് ചെയ്യുക. ഉപയോഗശൂന്യമായ വസ്ത്രങ്ങൾ ചേഞ്ച് ചെയ്യുക. നിങ്ങൾ ഇരിക്കുന്ന സ്പേസ് നല്ല വൈബുള്ളതാക്കുക. ഇത് വെരി സിമ്പിളാണ്, പക്ഷേ എഫക്റ്റ് ഭയങ്കരമാണ്. പവർഫുൾ എഫക്റ്റാണ്. ഇത് ഇത്ര മതി കേട്ടോ. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ സ്ലോ ആയി പറയാം. വളരെ ചെറിയ ചെറിയ സ്റ്റെപ്പായിട്ട് നമുക്ക് പോവാം. നമുക്ക് ഹരി വേണ്ട, നമ്മൾ റെഡി ആയാൽ മതി. നിങ്ങൾ ഈ ചെറിയ കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്താൽ അടുത്ത വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കണക്റ്റ് ആകും. അപ്പോൾ ഇന്നിവിടെ നിർത്താം. താങ്ക് യു.